എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടി ടൗണിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഏകദേശം 4.25 സെൻറ്റ് സ്ഥലത്തിൽ 1735 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടിയുള്ള ഒരു വീടാണിത്. ഈ വീടിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പുക്കാട്ടുപടി ടൗണിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ ദൂരവും കൂടാതെ എടപ്പള്ളി ടൗണിലേക്ക് ഏകദേശം 12 കിലോമീറ്റർ ദൂരവും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 9 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ടീൽ കളർ ഓഫ് വൈറ്റ് കളർ കോമ്പോയിലാണ് മതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ LED ലൈറ്റിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഗേറ്റ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു 12 അടി സ്ലൈഡിങ് ഗേറ്റും ഒരു 4 അടി ഫോൾഡിങ് ഗേറ്റുമായിട്ടാണ് ഗേറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം 2 വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. കോമ്പൗണ്ടുകളെല്ലാം കടപ്പക്കല്ലുകളെല്ലാം വിരിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് ബാലൻസ് ഉണ്ട്. ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് വരുന്നത്. കൂടാതെ വീടിൻ്റെ ജലസ്രോതസ് എന്ന് പറയുന്നത് നല്ല ശുദ്ധമായ കിണർ വെള്ളവും KWO വാട്ടർ കണക്ഷനുമാണ്. കൂടാതെ ഈ വീടിൻ്റെ ചുറ്റിനും നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ബിൽഡർ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബോക്സി ടൈപ്പ് കണ്ടംപററി എലവേഷനാണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ചെറിയ രീതിയിൽ ടെക്സ്ചർ വർക്കുകളൊക്കെ തൂണിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ടീൽ കളർ ഓഫ് വൈറ്റ് കളർ പാറ്റേൺ തന്നെയാണ് ഇതിനെല്ലാം കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ ഒരു ബ്രിക്കിൻ്റെ വർക്കുകളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഭംഗിയിൽ തന്നെ അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള 2 ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്നൊരു സിറ്റ് ഔട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഭിത്തിയിലായിട്ടൊരു 3 വാളി വിൻഡോ വരുന്നുണ്ട്. പിന്നെ കൂടാതെ ഫ്ലോറിലായിട്ട് വിരിച്ചിരിക്കുന്ന ഒരു ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. തൂണിലായിട്ടൊരു ബ്രിക്കിൻ്റെ ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. നമ്മൾ ഫ്രണ്ട് ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 വാളിയിലാണ് ഫ്രണ്ട് ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് തേക്കൂട്ടിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫോൾ സീലിങ്ങിൻ്റെ വർക്കുകൾ ഒഴിവാക്കിയിട്ട് സീലിങ്ങിൽ ജംഗ്ഷൻ ലൈറ്റുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു TV യൂണിറ്റ് നമുക്ക് ഈ ഭിത്തിയിലായിട്ട് കാണാൻ പറ്റും. കൂടാതെ അത്യാവശ്യം ഒരു ടെക്സ്ചർ വർക്കിൻ്റെ ഡിസൈനിൽ വരുന്ന ഒരു പാറ്റേൺ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അത്യാവശ്യം ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഒരു പാസേജിലേക്കാണ്. ഒരു പാനലിംഗ് വർക്കൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ നമ്മൾ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു മൂലയിലായിട്ട് ഒരു വാഷ് കൗണ്ടർ വരുന്നുണ്ട്. ഒരു വാഷ് ബേസിനും അതിൻ്റെ കൂടെ ഒരു ടാപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ മിറർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഒരു ഓപ്പൺ കിച്ചണിലേക്കാണ്. ഹാങ്ങിങ് ലൈറ്റുകൾ എൻട്രൻസിലായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വടക്ക് കിഴക്കേ മൂലയിലാണ് കിച്ചൺ വരുന്നത്. കിഴക്കോട്ട് സ്റ്റൗ വയ്ക്കാവുന്ന പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു 3 വാളി വിൻഡോ വരുന്നുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് കളർ തീമിലാണ് അതിൻ്റെ കബോർഡുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് നേരെ വരുന്ന ഒരു വർക്ക് ഏരിയയിലേക്കാണ്. ഒരു ചെറിയൊരു വർക്കിംഗ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ ഒരു സിങ്കും 2 ടാപ്പും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 വാളി വിൻഡോയും നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ താഴത്തെ നിലയിൽ മാസ്റ്റർ ബെഡ്റൂമിലാണ് വന്നിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏകദേശം ഒരു 14-12 വലിപ്പത്തിൽ വരുന്നൊരു ബെഡ്റൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ലൊരു സ്റ്റോറേജ് സ്പേസുള്ള കബോർഡ് വർക്ക് വരുന്നുണ്ട്. കൂടാതെ സീലിങ്ങിലായിട്ട് ജംഗ്ഷൻ ലൈറ്റുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സൈഡുകളിലായിട്ട് 2 വാളി വിൻഡോ വരുന്നുണ്ട്. ഈ സൈഡിലായിട്ട് ഒരു സിംഗിൾ പാളി വിൻഡോകൾ വരുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ വരുമ്പോൾ ഇവിടെ ഒരു ബേ വിൻഡോ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അതിൻ്റെ താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു കുഷൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം വരുന്നത് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സിംഗിൾ പീസ് ക്ലോസറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെറയുടെ ഡൈവേർട്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഭംഗിയിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു മൂലയിൽ നിന്നാണ് നമ്മുടെ സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്റ്റെയർ വരുന്നത്. എൻ്റെ ഹാൻഡ് റെയിലിനായിട്ട് കൊടുത്തിരിക്കുന്നത് GI ട്യൂബും അതിൻ്റെ ഒരു വുഡൻ കളർ വരുന്ന GI ട്യൂബിൽ തന്നെ വരുന്ന ടോപ്പുമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ടൊരു സ്റ്റോറേജ് സ്പേസ് ഇൻവെർട്ടറിനായിട്ട് കൊടുത്തിട്ടുണ്ട്.
കൂടാതെ അതിൻ്റെ ഫ്ലോറിലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വുഡൻ കളറിൽ വരുന്ന മാറ്റ് കളർ ടൈലാണ്. സ്റ്റെയറിൻ്റെ ഭിത്തിയിലായിട്ട് ഒരു സിമെൻറ്റ് ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ഡബിൾ ഹൈറ്റ് സ്ട്രക്ചറിൽ സ്കൈ വ്യൂ കിട്ടുന്ന രീതിയിലാണ് ബിൽഡർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ വരുന്നത് വീടിൻ്റെ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഭിത്തിയിലായിട്ടൊരു 3 വാളി വിൻഡോ വരുന്നുണ്ട്. സീലിങ്ങിലായിട്ട് ജംഗ്ഷൻ ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പർ ലിവിങ്ങിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ മെയിൻ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു 3 വാളി വിൻഡോ വരുന്നുണ്ട്. ഈ ഭിത്തിയിലായിട്ട് 2 വാളി വിൻഡോ വരുന്നുണ്ട്. കൂടാതെ ഈ വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഭാഗത്താണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം തന്നെ കിട്ടുന്നുണ്ട്. ഒരു സിംഗിൾ പീസ് ക്ലോസറ്റ് വരുന്നുണ്ട്. 2 ലോങ് ബോഡി ടാപ്പ് വരുന്നുണ്ട്. ഷവർ വരുന്നുണ്ട്. അത്യാവശ്യം ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ വരുന്നത് മുകളിലത്തെ നിലയിൽ 2ാമത്തെ ബെഡ്റൂമിലാണ് വരുന്നത്. മറ്റ് ബെഡ്റൂമുകളെ പോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് വരുന്നത്. ഒരു 3 വാളി വിൻഡോ വരുന്നുണ്ട്. സീലിങ്ങിലായിട്ട് ജംഗ്ഷൻ ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമുള്ള സൗകര്യമുണ്ട്. ഒരു സിംഗിൾ പീസ് ക്ലോസറ്റും അതിനോടനുബന്ധിച്ചിട്ടുള്ള ടാപ്പുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പർ ലിവിങ്ങിൽ നിന്ന് നമ്മൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു ചെറിയ യൂട്ടിലിറ്റി ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അവിടുന്ന് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് മുകളിലെ ടെറസിലേക്ക് പോകാനായിട്ട്. മുകളിൽ ഷീറ്റ് വർക്കെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഫ്ലോറിലൊരു മാറ്റ് ഫിനിഷിൽ വരുന്ന ബ്ലാക്ക് കളർ ടൈലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീനും മറ്റുള്ള പ്രൊവിഷനും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പർ ലിവിങ്ങിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ബാൽക്കണിയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ബാൽക്കണിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഹാൻഡ് റെയിലിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് GI ട്യൂബാണ് വരുന്നത്. മുകളിലായിട്ട് ജംഗ്ഷൻ ലൈറ്റുകൾ വരുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു 3 വാളി വിൻഡോ വരുന്നുണ്ട്. തൂണിലായിട്ട് ഒരു ബ്രിക്കിൻ്റെ ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. അത്യാവശ്യം ഭംഗിയിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടി ടൗണിൻ്റെ വളരെ അടുത്തായിട്ട് കിഴക്കമ്പലം 2020 പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്നൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 4.25 സെൻറ്റ് സ്ഥലത്തിൽ 1735 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡായിട്ട്, കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടിയുള്ള ഒരു വീട്. ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 74 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. കൂടാതെ എല്ലാ ബാങ്കുകളിൽ നിന്നും ലോൺ സൗകര്യവും ലഭ്യമാണ്. ഈ വീട് കാണുന്നതിനോ സൈറ്റ് വിസിറ്റ് അറേഞ്ച് ചെയ്യുന്നതിനോ ഞങ്ങളുടെ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.